ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഇടി നീ ഒന്ന് പതുക്കെ ചിരിച്ച നാട്ടുകാരായിട്ട് ഞാൻ എന്തോ പറയും. ആൾക്കാർ ആയിരിക്കും പുത്തമ്പണം ആയതിൻ്റെതാന്ന്. ഈ ഭർത്താവ് ഗൾഫിൽ നിന്നൊന്നും പറഞ്ഞ് ഇത്രയ്ക്കും സന്തോഷിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഞാൻ സന്തോഷിക്കും. 4 പേര് അറിയട്ടെ എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയെന്ന്. ഇത്ര നാളും പന്ന നൈറ്റിയോ ആരെങ്കിലും ഒക്കെ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് സന്തോഷമായി. എന്നാലും ഞാൻ പറഞ്ഞു സ്വർണ്ണമാല നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. കണ്ണടച്ചേ, കണ്ണടക്കേ. മാലയോ? എത്ര പവനാ? 10 പവനുണ്ടാ മാല. 10 ഉള്ളോ? ഞാനൊരു 15 പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു 20ന്റെ പൊലിപ്പുണ്ട്. അല്ല, ഈ വട്ടം നമുക്ക് വീടും കൂടെ ശരിയാക്കണ്ടേ? വേണം വേണം, എല്ലാവർക്കും കണ്ണുകടിയാ, നമുക്ക് ശരിയാക്കുക തന്നെ വേണം. അപ്പോഴേ ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. അതൊന്നും വേണ്ട, ഇത് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോട്ടുണ്ടോ? നീ ആ ഊരി വെച്ചേ. എന്റെ ഭർത്താവ് തന്ന ഗിഫ്റ്റ് ഞാൻ ഊരി വെക്കാനോ? ഇല്ല, ഒരിക്കലും ഞാൻ ഊരി വെക്കത്തില്ല. നിങ്ങളത് ചിന്തിക്കേ വേണ്ട. എടി ഊരി വെക്കാൻ ഇല്ല, ഊരി വെക്കത്തില്ല. ചേച്ചി, ശങ്കു എന്തുണ്ട്? ചേച്ചി അമ്മ പറഞ്ഞിട്ട് ഓറ വരാം. നീ പോയി അമ്മയോട് വരാൻ പറ, വേഗം വരാൻ പറ, എന്നാലേ ഞാൻ തരൂ. അമ്മയ്ക്ക് തിരക്കാവണം എന്നെ പറഞ്ഞിട്ട്. അത് സാരമില്ല, ഇതിന്റെ കാര്യം പറഞ്ഞാൽ മതി, അമ്മ പെട്ടെന്ന് വരും. ഞാനിപ്പോൾ ബാങ്കിൽ പോട്ടെ. ഇനി ഞാൻ 4 പേരെ കാണിച്ച് തകർക്കും. വൈബിങ് വിത്ത് മാല. ചിക്കതമ്മ ചെയ്യല്ലേ വരുന്നേ? ഇനി ഞാൻ തകർക്കും. ഇച്ചായി, ഇച്ചായിക്ക് സുഖമാണോ? ഓ, എന്തൊരു ചൂട്, എന്തൊരു ചൂട്. ഈ സ്വർണ്ണ സൂര്യനെ ആകിരണം ചെയ്യുമെന്ന് നാസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചായിരുന്നോ? വായിച്ചു. എവിടെ പോവാ? ബാങ്കിൽ പോവാ. മക്കൾക്കൊക്കെ സുഖമാണേ? സുഖമാ. ഓ, എനിക്ക് വയ്യ. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നായിരുന്നില്ലയോ? വന്നു. എങ്ങനെ മനസ്സിലായി? അല്ല, ഈ ആട്ടം കണ്ടപ്പോ മനസ്സിലായി. ശരി, എന്നാ പോട്ടെ. ശരി. ഒത്തില്ല. ചേട്ടാ, കൈ ഉരുങ്ങിയതാ. ഞാൻ ബാങ്ക് വരെ പോവാം. പറ്റുന്നില്ല. വീണയല്ലേ വരുന്നത്? വീണേ, വീണേ സുഖമായിട്ടിരിക്കുന്നു. അയ്യോ, എന്താ പറ്റി കൈക്ക്? ഒന്ന് വെയിറ്റ് എടുത്തതാ. ആരെടുത്ത്? അമ്മായിമ്മ എടുത്തോ? അയ്യോ, എന്റെ കോമഡി, എനിക്ക് തന്നെ വയ്യ. ഇതുപോലൊരു സാധനം എനിക്ക് പെടലിക്ക് ഇടാൻ കിട്ടുമോ? ഓ, ഭയങ്കര വെയിറ്റ് ആന്നേ. ഒരു 20-30 പവനുണ്ട്. ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടിട്ട് എനിക്ക് പെടലി വേദനിക്കുവോ. കല്യാണമൊക്കെ അല്ലേ വരുന്നേ, ആരോടെങ്കിലും ഒക്കെ ഗൾഫിൽ നിന്ന് സ്വർണം തരാൻ പറ. അവിടെയൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, തല ചുറ്റിപ്പോയി മാലയുടെ വെയിറ്റ് കാരണമേ. ശരി എന്നാ. ശരി. എന്തൊരു വെയിലായത്, മനുഷ്യന്മാരെ പോലും കാണാനില്ലല്ലോ. എന്താ ചേട്ടാ എങ്ങോട്ടാ മോനെ? ഞാൻ ഇതൊരു പഞ്ചായത്തിനടുത്തോട്ടാ. ചേട്ടാ എന്നെ അപ്പുറം വരെ ഒന്ന് വിടാം കേട്ടാ. അയ്യോടാ മോനെ, ഞാൻ പഞ്ചായത്തിലോട്ട് പോടാ അത്യാവശ്യമായിട്ട്. അപ്പുറം വരെ കേട്ടാ, അത് ഭയങ്കര വെയിലാട്ടാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ബസ് വരും ഇപ്പോൾ ഇതുവഴി. ഇതുവഴിയല്ല അതുവഴി. അപ്പോൾ അതിനകത്ത് കയറിപ്പാ. ഒന്നാക്കാം കേട്ടോ, ഭയങ്കര വെയിൽ അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യും, കയറ്, ഞാൻ നിന്നെ വിട്ടിട്ട് അതുവഴി പോക്കോളാം. താങ്ക്സ് ചേട്ടാ. മനസ്സലവ് കൂടിയുള്ള പ്രശ്നം ഇതൊക്കെയാണ്. ഇതിപ്പോൾ ആ വളമെന്ന് പറഞ്ഞപ്പോൾ 50 വളമായല്ലേ? ഏത് വളമാണ്? ഇവിടെ എവിടെയോ ആണ് വളം. വളമാണോ? എന്തൊരു ചൂടല്ലേ ചേട്ടാ? ചേട്ടാ ഇത് ലാസ്റ്റ് വളതാ ചേട്ടാ. ഇതെൻ്റെ അമ്മായിയുടെ മുള. ഒന്ന് ചവിട്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണേ ചേച്ചി. നീന്ത് കാണിച്ചോടെ? നീ എന്താ മാല പിടിച്ചു? വണ്ടി പെട്ടെന്ന് പ്രശ്നമാവേ. എന്ത് പ്രശ്നം?
വണ്ടി ഇറങ്ങടാ. എന്താ ബോസ്? ഇറങ്ങടാ. എന്താ ബോസ്? ബോസോ? ആര് ബോസ്? നമ്മളിപ്പോ പാർട്ട്നേഴ്സല്ലേ? പാർട്ണറോ? എടാ നീ നിന്റെ മാമന്റെ മോളാണല്ലോ വണ്ടി നിർത്തിയത്. എന്റെ പൊന്നു ബ്രോ, പെട്ടെന്ന് വിട്ട പോലീസ് വന്ന പ്രശ്നമാവും. നമ്മളെ രണ്ടുപേരും പോലീസ് പിടിക്കും. പോലീസോ? ആൾക്കാരൊക്കെ നോക്കുന്നത് പെട്ടെന്ന് പോ ബ്രോ പ്ലീസ്. എൻ്റെ ഭഗവാനെ, ഉള്ള മാലയും പോയി. ചേട്ടൻ അപ്പോഴേ എന്നോട് പറഞ്ഞതാ മാല ഇട്ടോണ്ട് പോവല്ലേ പോവല്ലേ എന്ന്. ഞാൻ എന്തോ ചെയ്യും? വരവുമാല വാങ്ങിച്ചിടാം, എന്നാലേ ശരിയാവത്തുള്ളൂ. ദൈവമേ, ഈ മോഡൽ കിട്ടണേ. എൻ്റെ ഭഗവാനെ, എന്തായാലും കിട്ടി. എന്നോട് ക്ഷമിക്കണേ ദൈവമേ. മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി വള്ളികൾ ഇറങ്ങി. എന്താ ചേട്ടാ, എന്നെ താഴെ വരെ നടക്കൂ. ഇല്ലില്ല, ഒരു പരിപാടിയില്ല. പോ 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 പോ. ചേട്ടാ, എനിക്ക് കാല് വയ്യാത്തന്നെ ചേട്ടാ, എനിക്ക് നടക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഒരു സഹായമല്ലേ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്? കേറ്. മനസ്സിലവ് കൂടിയുള്ള പ്രശ്നം ഇതാ. വീണ്ടും വീണ്ടും മറിക്കല്ലേ. ഇവിടോ? ഓടനാവട്ടം പോകുന്ന വഴി എനിക്ക് അറിയത്തില്ല മോനെ. ഓടനാവട്ടം പോകുന്ന വഴി അറിയാം? എന്ത് മോഡാ നീ കാണിക്കുന്നേ? ഞാനല്ലേ എന്റെ പൊന്നു പെണ്ണുമ്പളെ. എന്നെ തള്ളി അവനെ പിടിക്കാൻ. എനിക്ക് എന്റെ 40 പവന്റെ മാല എന്തിയടാ? 40 പവനാ? നിങ്ങളൊന്ന് ഓരോ പൊട്ടിക്കലിന് ഓരോന്ന് വെച്ച് കൂട്ടുന്നേ. അപ്പൊ നിനക്ക് അറിയാല്ലേ? അറിയാലേ എന്റെ മാലയാടാ. അവനെ പിടിക്കാൻ എനിക്കറിയത്തില്ല. മാല എന്തെന്ന് എനിക്കറിയത്തില്ല. ലിഫ്റ്റ് വെച്ചവൻ എന്റെ ബാഗ് എടുത്ത് നടക്കുന്നോടാ നീ. സത്യസന്ധമായിട്ട് ജീവിച്ച നാട്ടിൽ വില കിട്ടത്തില്ല. നാത്തോട് മാല പൊട്ടിക്ക് ഇറങ്ങാം. എന്തായാലും തല്ല് കിട്ടുമല്ലോ. അയ്യോ ചേട്ടാ, ചേട്ടൻ തന്ന 10 പവന്റെ മാല കൊണ്ട് കള്ളം പോയി ചേട്ടാ. ഇതുവഴി ഓടിപ്പോയേ. ഞാൻ പോയി കള്ളനെ പിടിക്കട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് കേൾപ്പിക്കുന്നത് കാശ് കൊണ്ട് മേടിച്ച എന്റെ 10 പവന്റെ മാല ഞാനെ കള്ളനെ പിടിക്കാൻ. ഞാൻ മൊത്തം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ എന്ത് ഒരു മുട്ടുള്ള നിന്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ട് പോണ്ട പോണ്ട പോണ്ട. കേട്ടില്ല? ഞാൻ കള്ളനെ പിടിച്ചിട്ട് അടിച്ച് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും കേട്ടോ. പറഞ്ഞു ഞാൻ സാരമില്ല. ഹലോ എടാ, അവളങ്ങോട്ട് വന്നിട്ടുണ്ടേ. എടേ, പ്ലാൻ ചെയ്തവരെല്ലാം നടക്കണേ. അവൾ ഒറ്റ വരുത്തി എനിക്ക് വീട് പണിയാനുള്ളതാണ്. ഈ മാലയ്ക്ക് വേണ്ടി എനിക്ക് സൗകര്യം തന്നിട്ടില്ല. ഞാൻ അവിടെ കിടന്നിട്ട് അറിയാമോ? നീ ആ മാല പൊട്ടിച്ച് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നാൽ മതി. മുങ്ങരുത്. ആ കേട്ടോ. നിന്നെ വിളിച്ചത് എടുക്കത്ത എൻ്റെ പൊന്നമ്മ പെണ്ണുകൊണ്ട് പറയാൻ വരുന്നത്. മാല പിടിയുന്ന അന്നെ വിളിക്കുന്നേ. അവിടെ ഇതാണ് എൻ്റെ വീട്. ഓ, എന്നാലും ഈ വരവിന്റെ മാല ആരാണോ എന്തോ അടിച്ചോണ്ട് പോയേ. അയ്യോ, എന്റെ 10 പവൻ. സാരമില്ല, മാല ഇല്ല.